ഇടവേളയ്ക്ക് പോകും മുമ്പ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെച്ച ആ ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. ഒരു കാട്ടുകള്ളൻ താമസിച്ചിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനായി സന്നിധാനത്ത് മാറ്റിവെച്ച ആ റൂമിൽ. എങ്ങനെയുണ്ട് കഥ? ശബരിമല സ്വർണ്ണക്കവർച്ച, സംഘടിത സ്വർണ്ണക്കവർച്ചയിൽ എ പത്മകുമാറിനെ കുരുക്കി കൂടുതൽ മൊഴികൾ SITക്ക് ലഭിച്ചിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ വഴിവിട്ട് സഹായം നൽകിയെന്ന് ജീവനക്കാർ തന്നെ മൊഴി നൽകുകയാണ്. ശബരിമല ഗസ്റ്റ് ഹൗസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നിലധികം മുറികൾ നൽകി. വെച്ചോ, താമസിച്ചോ എന്നങ്ങ് പറഞ്ഞ് കൊടുക്കുകയാണ്. പോറ്റി ഉപയോഗിച്ചിരുന്നത് പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറി. ശബരിമലയിലെ ഉദ്യോഗസ്ഥരാണ് പത്മകുമാറിനെ കുരുക്കിക്കൊണ്ട് SITക്ക് ഈ നിർണായകമായ മൊഴി നൽകിയത്. പ്രജിത് മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. പ്രജിത്ത്, കേൾക്കുമ്പോൾ കൗതുകം, അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എന്നൊരു ചോദ്യമാണ് വരുന്നത്. പ്രസിഡന്റിന് കൊടുക്കുന്ന റൂം ഇതാ, പോറ്റി ഇവിടെ താമസിച്ചോളൂ, ഇവിടെ ജീവിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചിരിക്കുക അല്ലാതെ സത്യം പറഞ്ഞാൽ വേറെ എന്താ പറയേണ്ടത് പ്രജിത്ത്? ശ്യാമ, അയ്യപ്പൻ്റെ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകാൻ അവസരമൊരുക്കി കൊടുത്ത ആളുകളാണ്. പിന്നെ അപ്പോൾ പ്രസിഡന്റിന്റെ മുറി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായി തോന്നേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഇനി നേരത്തെ പലരും സൂചിപ്പിക്കുന്നത് പോലെ ശ്രീകോവിൽ തുറന്നു കൊടുത്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നുള്ള ചോദ്യം കൂടി അവിടെ ബാക്കിയുണ്ട്. എന്തായാലും ഈ സന്നിധാനത്ത് നേരത്തെ ഡ്യൂട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള മൊഴി. അതും പത്മകുമാറിനെ തന്നെ കുരുക്കുന്ന മൊഴിയാണ് അതിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അത്ര വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമാകുന്നു ഈ മൊഴികളിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഗൂഢാലോചനയിൽ പത്മകുമാറിനും പങ്കുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് ഇപ്പോഴത്തെ ഈ പുറത്തു വന്നിരിക്കുന്ന മൊഴികൾ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. 2019 സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെതിരെ ഇപ്പോൾ ശക്തമായ മൊഴികൾ നൽകിയിരിക്കുന്നത്. ഒന്ന്, പത്മകുമാർ ഉപയോഗിച്ചിരുന്ന മുറി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴും ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസുകളിൽ ഒന്നിൽ കൂടുതൽ മുറികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവദിച്ചിരുന്നു. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അതിഥികളായി എത്തുന്ന ആളുകൾക്കുമൊക്കെ അപ്പോൾ യഥേഷ്ടം അവിടെ മുറികൾ ലഭിച്ചിരുന്നു. സ്വൈരവിഹാരം നടത്താനുള്ള അനുമതി അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്നാണ് ലഭിച്ചത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ പറയുന്ന മൊഴികൾ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ നടയടച്ചിടുന്ന സമയങ്ങളിൽ പോലും മറ്റു ഭക്തരെ അനുവദിക്കാത്ത സമയത്ത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തിയിരുന്നു എന്നുള്ളത് ഈ മൊഴികളിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനായിരുന്നു അത്തരം സമയങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തിയിരുന്നു എന്നുള്ള ചോദ്യത്തിന് കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പത്മകുമാർ മൊഴി നൽകേണ്ടി വരും, അതിൽ വ്യക്തത നൽകേണ്ടി വരും. ഇല്ല എങ്കിൽ അതൊക്കെ ഈ സ്വർണ്ണക്കവർച്ച ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതാണ് എന്നുള്ളത് കരുതേണ്ടി വരും. അങ്ങനെയുള്ള മൊഴികൾ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയേണ്ടത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൂജകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻഗണന ലഭിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശ്യാമ, നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഇപ്പോൾ ഹൈക്കോടതിയൊക്കെ ഈ ശബരിമല ദേവസ്വം ബെഞ്ചൊക്കെ എപ്പോഴും പറയുന്നതാണ് ശബരിമലയിൽ ഒരു VIP പരിഗണന ആർക്കും പാടില്ല എന്നുള്ളത്. പക്ഷേ ഇതിപ്പോൾ VVIP പരിഗണനയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ നൽകിയിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. കാരണം 2019 പൂജകൾക്ക് പ്രത്യേക സൗകര്യം, പൂജകൾക്ക് പ്രത്യേക മുൻഗണന, അതോടൊപ്പം തന്നെ ഈ പറയുന്ന മുറികൾ താമസിക്കാൻ നൽകുന്നതിൽ മുൻഗണന, വേണമെങ്കിൽ സ്വന്തം മുറി വരെ കൊടുത്ത് പത്മകുമാർ മാറി നിൽക്കുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നുകൂടി ഈ മൊഴികളിൽ വ്യക്തമാകുന്നു. അല്ല പ്രജിത്ത്, അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇങ്ങനെ പ്രസിഡന്റിന്റെ മുറി വരെ വിട്ടുകൊടുക്കാൻ മാത്രം ഒരു അധികാര തലത്തിൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഇങ്ങനെ വിരാജിച്ചിട്ടുണ്ടെങ്കിൽ പത്മകുമാർ മാത്രമല്ല എന്ന് ഉറപ്പല്ലേ? പത്മകുമാറിന് ഈ ധൈര്യം കിട്ടണമെങ്കിൽ പുറകിൽ ആൾ വേണമല്ലോ. ഉറപ്പാണ്. കാരണം ശ്യാമ സ്വന്തം മുറി പത്മകുമാർ വിട്ടുകൊടുക്കണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിനേക്കാളും വലിയ ആളായിരുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടി വരും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിനേക്കാളും വലിയ ആളാകണമെങ്കിൽ അതിന് മുകളിലുള്ള പത്മകുമാറിന് മുകളിലുള്ള ആളുകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ആളായിരുന്നു, അടുത്ത ആളായിരുന്നു, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ പിന്തുണയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എല്ലാം ചെയ്തിരുന്നതെന്ന് പറയാൻ കഴിയുന്ന ഒരു രീതിയിലേക്കാണ് ഈ വിലയിരുത്തൽ പോകേണ്ടത്. കാരണം ഒന്ന്, സ്വന്തം മുറി വരെ പത്മകുമാർ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ വിട്ടുകൊടുക്കണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാറിനേക്കാളും വലിയ ആളുകളുടെ പിന്തുണ, ആളുകളുടെ ഒരു സപ്പോർട്ടൊക്കെ ശബരിമലയിൽ ഇങ്ങനെ വന്ന് എന്തും കാണിച്ചു പോകുന്നതിന് ലഭിച്ചിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. അതിൽ ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രിയുടെ ചെവിയിൽ വരെ കുശലം പറയാൻ ശേഷിയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനുമായൊക്കെ ഏറെ സമയം ചെലവഴിക്കാൻ, വിവിധ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനുമൊക്കെ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അത്ര വലിയ സ്വാധീന ശക്തിയാണ്. അപ്പോൾ പത്മകുമാറിനേക്കാളും വലിയ ബന്ധങ്ങളുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഈ പറയുന്ന രീതിയിൽ വിഹരിച്ചതിന്, ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കൾ കവർച്ച നടത്തിയതിന്, പൂജകളുടെ പേരിലും മറ്റും ലക്ഷക്കണക്കിന് രൂപ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിവ് നടത്തിയതിനൊക്കെ പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആശീർവാദം ലഭിച്ചത് പത്മകുമാറിനേക്കാളും വലിയ ആളുകളിൽ നിന്നാണ് എന്നുള്ളത് കൂടി ഈ മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ശ്യാമ, യെസ്,
എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ വീണ്ടും ചിരിച്ചു പോകുന്നത് അവസ്ഥ ആലോചിച്ചിട്ടാണ്. സ്വന്തം മുറി പോറ്റിക്ക് കാട്ടുകള്ളർ കൊടുക്കുകയാണ്. ഇവിടെ താമസിച്ചോ, വേണമെങ്കിൽ 2 മുറി അധികം തരാം, താമസിച്ചോ. ഈ കാട്ടുകള്ളന്മാർക്കൊക്കെ കൃത്യമായി തന്നെ പരവതാനി വിരിച്ചുകൊണ്ട് അങ്ങ് വിളിച്ച് കയറ്റി ഭഗവാന്റെ മുതലൊക്കെ അങ്ങ് കൊണ്ടുപൊക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, പത്മകുമാറിന് എവിടുന്ന് കിട്ടി ഈ ധൈര്യം? പിന്നിൽ ആളുണ്ട് എന്നതിൻ്റെ ധാർഷ്ട്യമായിരിക്കാം ഈ സ്വന്തം മുറി പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാൻ വിട്ടുകൊടുത്തത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കാട്ടുകൊള്ളയ്ക്ക് അരങ്ങൊരുക്കുന്നതിൽ നിർണായകമായ പങ്ക് പത്മകുമാർ വഹിച്ചിരുന്നു. അയാളുടെ അധികാരം കൂടി ഇതിനായി ബലി കഴിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതൊരു ചെറിയ കളിയല്ല എന്ന് വ്യക്തമാണ്. സംഘടിത കാട്ടുകൊള്ള, കേന്ദ്ര ഏജൻസി വരണം, അന്വേഷിക്കണം, സത്യം കണ്ടെത്തണം എന്ന് ഹൈന്ദവ സംഘടനകൾ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്.